നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്ക സന്ദർശനത്തിനിടയിൽ ഒരു പത്രസമ്മേളനം നടത്തിയുണ്ടായി. പ്രസിഡന്റ് ട്രംപിന്റെ സാന്നിധ്യത്തിൽ പത്രസമ്മേളനം നടത്തി. അപ്പോൾ 11 വർഷത്തിനിടയിൽ അധികാരം കിട്ടി. 11 വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി ഇന്ത്യയിൽ പത്രക്കാരെ ഒന്നും കണ്ടിട്ടില്ല. ഇതേവരെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടില്ല. പക്ഷേ ഇവിടെ അമേരിക്കയിൽ വന്നൊരു പത്രസമ്മേളനം നടത്തി. അതിൽ ഒരു പത്രക്കാരൻ, ഇന്ത്യക്കാരനല്ല, അദ്ദേഹം ചോദിച്ചത് അദാനിയെ പറ്റിയാണ്, നമ്മുടെ അദാനി മുതലാളിയെ പറ്റി, ആ അദാനിയും സർക്കാരുമായിട്ടുള്ള ബന്ധവും അദാനിക്കെതിരെ ഇവിടെയുള്ള കേസിനെ പറ്റി. അപ്പോൾ അതിന് പ്രധാനമന്ത്രി ഉഗ്രനൊരു മറുപടി കൊടുത്തു. അത് ഹിന്ദിയിലാണ്. അപ്പം ഇന്ത്യ വസുദൈവ കുടുംബം എന്ന രീതിയിലാണ് ഇന്ത്യ കാര്യങ്ങളെല്ലാം കാണുന്നത്. ലോകം മുഴുവൻ ഒരു തറവാടായിട്ടാണ് കാണുന്നത്. എല്ലാവരും നമ്മുടെ കുടുംബാംഗങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് പിന്നെ ചർച്ച ചെയ്യുന്നത്. പ്രസിഡന്റുമായിട്ടുള്ള ചർച്ചയിൽ ഇങ്ങനെ ഒരു വ്യക്തിയുടെ കാര്യമല്ല ചർച്ച ചെയ്യുന്നത്. എല്ലാ വ്യക്തികളും തനിക്ക് ഒരുപോലെയാണ്. അങ്ങനെ ഈ രണ്ട് രാഷ്ട്രത്തലവന്മാർ ഒരു വ്യക്തിയുടെ കാര്യം ചർച്ച ചെയ്യില്ല. ഇങ്ങനെയൊക്കെയുള്ളൊരു മറുപടിയാണ് കൊടുത്തത്. അതൊക്കെ ഗംഭീര മറുപടിയായിപ്പോയി. അണ്ണാക്കിൽ പിരിവെട്ടുന്ന ചോദ്യകർത്താവ് ഉരുകിപ്പോയി എന്നാണ് പിന്നെ ഇന്ത്യയിലെ ചില യൂട്യൂബ് മാധ്യമങ്ങൾ പറഞ്ഞത്. ആണോ എന്തോ. പിന്നെ പത്രക്കാർ അത് ചോദിച്ചത് തന്നെ തെറ്റായിപ്പോയെന്ന്. അതെങ്ങനെ ചോദിച്ചത് തെറ്റാകുന്നത്? പത്രക്കാരുടെ ജോലി എന്ന് പറയുന്നത് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുക, ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക. അതിന് സൗകര്യം ഉണ്ടെങ്കിൽ മറുപടി പറയുക. ഇപ്പം മറുപടി പറയാനായിട്ട് ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി പറയാനായിട്ട് താല്പര്യമില്ല, അല്ലെങ്കിൽ അതിന് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാവുന്നതേ ഉള്ളൂ. അപ്പം അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല, അങ്ങനെ പറഞ്ഞതും പറയാതിരിക്കുന്നതും. പക്ഷേ ഇവിടെ വെച്ച് പത്രസമ്മേളനം നടത്തി, പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൊണ്ട് ഒരുപാട് നേട്ടമുണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ ഇത് നേട്ടത്തെ പറ്റി പറയുമ്പോഴാണ് ആർക്കാണ് നേട്ടം? അമേരിക്കയ്ക്കാണോ ഇന്ത്യക്കാണോ നേട്ടം? അപ്പോൾ അതിൽ പ്രധാനമന്ത്രിയെ കുറ്റം പറയാനാവില്ല. പ്രസിഡന്റ് ട്രംപിൻ്റെ നിലപാടുകളെയാണ് നമ്മളിപ്പോൾ കുറച്ചെങ്കിലും കുറ്റം പറയേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ ആളുകളെ മുഴുവൻ ഇന്ത്യ അമേരിക്കയുടെ ഒരു ഉറ്റ സുഹൃത്താണ്. അപ്പോൾ ഇന്ത്യക്ക് അനുകൂലമല്ലാത്ത കാര്യങ്ങൾ തീരുമാനിച്ചു വന്നാൽ, ഇന്ത്യ ഒക്കെ പിണങ്ങുന്ന ഒരു അവസ്ഥ വന്നാൽ, അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്ക വിട്ട് വേറെ ഏതെങ്കിലും ചേരിയിലേക്ക്, പിന്നെ റഷ്യയുണ്ട്, ചൈനയുണ്ട്, അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ നിലപാടുകൾ മാറിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക കൊണ്ടുവന്ന് എത്തിച്ചാൽ അത് ശരിയാകുമോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഇന്ത്യക്കെതിരെ ശക്തമായ വിമർശനവുമായിട്ടാണ് ഈ ട്രംപ് ഭരണകൂടത്തിൻ്റെ ഉദ്യോഗസ്ഥർ വന്നത്. അതായത് താരിഫിൻ്റെ കാര്യത്തിൽ ഇന്ത്യയാണ് മഹാരാജ ഓഫ് താരിഫ് എന്നാണ് അവർ ഇന്ത്യയെ കുറ്റപ്പെടുത്തിയത്. അതായത് ഏറ്റവും അധികം വിദേശത്തു നിന്നുള്ള സാധനങ്ങൾക്ക് ഏറ്റവും അധികം താരിഫ്, ഏറ്റവും അധികം നികുതി, ടാക്സ് ചുമത്തുന്ന പിന്നെ രാജ്യമാണ് ഇന്ത്യ. തീരുവ ചുമത്തുന്ന രാജ്യം ഇന്ത്യ. അതായത് 100-150% ഇവിടുന്ന് കൊണ്ടുപോകുന്ന നമ്മുടെ ബൂർബൺ വിസ്കിയുണ്ട്, ജാക്ക് ഡാനിയൽസ്, മേക്കേഴ്സ് മാർക്ക്, ഇതൊക്കെ അതിന് 150% പിന്നെ ടാക്സ്, തീരുവ. അതിപ്പോൾ 50% കുറച്ചിട്ടുണ്ട് ട്രംപ് പറഞ്ഞതിന് ശേഷം. അപ്പം വിസ്കിയൊക്കെ നമുക്ക് കുറച്ചുകൂടെ വില കുറച്ച് കിട്ടും. ഇനി അതുപോലെ തന്നെ അമേരിക്കൻ കാറുകൾ അങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് ഇവിടെ 50 ലക്ഷം പിന്നെ രൂപയാണ് ഇവിടുത്തെ വിലയെങ്കിൽ അത് അവിടെ ചെല്ലുമ്പം പിന്നെ 1 കോടി 1.5 കോടി ആ രീതിയിലേക്ക് വരും. ബാക്കി മുഴുവൻ തീരുവയായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പം അമേരിക്കൻ കാറുകളോ അമേരിക്കൻ സാധനങ്ങളോ ഒന്നും ഇന്ത്യൻ വിപണിയിൽ വിൽക്കാൻ പറ്റാതെ വരും. കാരണം വില കൂടുതലാണ്. പിന്നെ വലിയ തുക താരിഫ് കൊടുക്കണം. നേരെ മറിച്ച് ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾക്കെല്ലാം ഇവിടെ വിലക്കുറവുമാണ്. ഇവിടെ താരിഫ് കാര്യമായിട്ടില്ല. അപ്പോൾ അത് മാറ്റണം. പിന്നെ അമേരിക്കയിൽ നിന്നുണ്ടാകുന്ന സാധനങ്ങൾക്ക് അവിടെ താരിഫ് ഇതുപോലെ ഏർപ്പെടുത്താൻ പാടില്ല എന്നാണ് അമേരിക്കയുടെ നിലപാട്. ട്രംപ് അത് ആവർത്തിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ അതെന്തായാലും ഇന്ത്യക്കൊട്ടും ഗുണകരമായൊരു തീരുമാനമല്ല എന്ന് നമുക്കറിയാം. അത് എത്രയാണെന്നും അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകളൊന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, എപ്പോഴാണത് പിന്നെ നടപ്പിൽ വരുത്തിയതെന്ന്. അപ്പോൾ കാറുകൾക്കൊക്കെ, യൂറോപ്പിൽ നിന്നുള്ള കാറുകൾക്കൊക്കെ ഏപ്രിൽ 2 മുതൽ താരിഫ് വരുമെന്നാണ് പറഞ്ഞത്. അതായത് യൂറോപ്പിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുന്ന കാറുകൾക്ക് 10% താരിഫ്, അവിടെ ഉണ്ടാക്കുന്ന കാറുകൾ. ഇവിടെ ഉണ്ടാക്കുന്ന കാറുകൾ അങ്ങോട്ട് പോകുമ്പം പിന്നെ 2.5% താരിഫോ മറ്റേ പിന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇതുവരെ. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് ഇപ്പോൾ 10% ആക്കുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുന്നതിന്. അപ്പോൾ അങ്ങനെ അമേരിക്കയ്ക്ക് ഗുണകരമായ തീരുമാനങ്ങൾ. അപ്പോൾ ഒരു കച്ചവടക്കാരൻ്റെ രീതിയിലാണ് പ്രസിഡന്റിൻ്റെ നിലപാടുകൾ. അപ്പോൾ അത് എത്രമാത്രം ശരിയാകും? ഒരു തന്ത്രജ്ഞൻ്റെ രീതിയിലല്ല കാര്യങ്ങൾ കാണുന്നതെങ്കിൽ അത് ദീർഘകാലാടിസ്ഥാനത്തിൽ അത് അമേരിക്കയ്ക്ക് ഗുണമാകുമോ എന്നാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ആളുകളെ വെറുപ്പിക്കുകയും പിണക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങൾ ഇല്ലാതായി പോകും. ഇപ്പോൾ USAID പറ്റി പറയുന്നു. അവർ മൊസാംബിക്കിലെ ഗാസ എന്ന് പറയുന്ന സ്ഥലത്ത് $50 മില്യൺ പിന്നെ കോണ്ടം ഗർഭനിരോധന ഉറ അവിടെ കൊടുത്തു എന്ന്. ചേട്ടാ, അതുപോലെ തന്നെ എയ്ഡ്സിൻ്റെ മരുന്നുകൾ, പിന്നെ ദക്ഷിണാഫ്രിക്കയിലെ എയ്ഡ്സിൻ്റെ മരുന്നുകൾ അവിടെ ആളുകൾക്ക് കിട്ടുന്നില്ല. പിന്നെ USAID
USAID സഹായിക്കാത്തത് കൊണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ ചോദിക്കുന്നത്, ഇവിടെ ആളുകൾ ഏതാണ്ട് 7.5 ലക്ഷം പേര് വഴി കിടക്കുന്നുണ്ട്. വഴിയിൽ ഈ കൊടും തണുപ്പിൽ അതിൽ ചിലത് ചത്തു വീഴുന്നു. മിഷിഗണിലൊക്കെ 2 കൊച്ചുങ്ങൾ മരിച്ചിരിക്കുന്നു തണുപ്പിൽ, പിന്നെ തണുപ്പത്ത് കിടന്ന്. അപ്പോൾ ഇവിടെ ആളുകൾ ഹോംലെസ് ആയിട്ടും പട്ടിണി പാവങ്ങളായിട്ടും കഴിയുമ്പോൾ അവിടെ കോണ്ടം കൊടുക്കാനായിട്ട് അത് 50 മില്യൻ്റെ പിന്നെ ഗർഭനിരോധന മുറ അവിടെ കൊണ്ടേ കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മാനദണ്ഡമൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ അതേസമയം തന്നെ ഈ മറ്റു രാജ്യങ്ങളുടെ നല്ല കാര്യങ്ങൾ, ഇപ്പോൾ എയ്ഡ്സിൻ്റെ മരുന്ന് കൊടുക്കുന്നെങ്കിൽ തരക്കേടില്ല, അത് ആ ജനങ്ങളുമായിട്ടൊരു ബന്ധമുണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ വികസന പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ ആശുപത്രി കാര്യങ്ങളിലോ ഒക്കെ സഹകരിക്കുന്നത് നമുക്കവിടെ ബന്ധമുണ്ടാക്കുന്നതാണ്. അതൊക്കെ ഇല്ലാതാക്കുന്നത് ദീർഘകാലത്തിൽ നമുക്ക് ദോഷകരമായിരിക്കും, തൽക്കാലത്തേക്ക് ഗുണകരമായിരിക്കുമെങ്കിലും. അപ്പോൾ അതുപോലെ തന്നെ ഈ വ്യാപാര രംഗത്തും പിന്നെ ആളുകളെയൊക്കെ പിണക്കി വിട്ടാൽ, ഇന്ത്യയെ പോലുള്ളവരെയൊക്കെ പിണക്കി വിട്ടാൽ അവർ വേറെ വഴി നോക്കും. ഇവിടെയുള്ളതിന് വില കൂടുതലാണ്, ഇവിടുന്നുള്ള പ്രശ്നമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടുന്ന് വിമാനങ്ങൾ കൊടുക്കുന്നു. നമുക്കറിയാം, ഇവിടുന്ന് വിമാനങ്ങൾ കൊടുത്താൽ ആ വിമാനങ്ങളുടെ ഒരു നിയന്ത്രണം ഇവിടെ എപ്പോഴും ഉണ്ടാകും. ഒരു യുദ്ധമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പം അമേരിക്കയ്ക്ക് ഒരു കൺട്രോൾ വരും. അപ്പോൾ അത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് മറ്റു രാജ്യങ്ങളെ തേടിപ്പോകുന്നത്. അപ്പോൾ അങ്ങനെ പണ്ട് കാലത്ത് നമ്മൾ സോവിയറ്റ് യൂണിയൻ്റെ ഒക്കെ മുന്നിൽ അവരുടെ കൂടെയൊക്കെ നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതായിരുന്നു. എന്തായാലും അതിനൊരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ കടുംപിടുത്തങ്ങൾ നമുക്ക് ഇന്ത്യക്ക് ഗുണകരമാണോ എന്നാണ് ഇനിയിപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണണം, അത് എന്നത്തേക്കാണ് വരുന്നതെന്ന്. പിന്നെ ഈ താരിഫിൻ്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ എന്നത്തേക്കാണ് വരുന്നത്. ഇനിയിപ്പോൾ താരിഫ് ഇന്ത്യക്ക് വേണ്ടി കുറയ്ക്കാനായിട്ട് അമേരിക്ക തയ്യാറാകുമോ എന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഏതായാലും അതിനെപ്പറ്റി ഒരു തീരുമാനം, ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ല. പ്രധാനമന്ത്രി വന്നുവെങ്കിലും അത് സംസാരിച്ചെങ്കിലും അതിനെപ്പറ്റി കാര്യമായ ഒരു തീരുമാനങ്ങൾ വന്നിട്ടില്ല. അപ്പം താരിഫ് ഇന്ത്യയും കുറയ്ക്കേണ്ടി വരുമെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പം നമുക്ക് അമേരിക്കൻ സാധനങ്ങളൊക്കെ കുറച്ചുകൂടെ ചീപ്പായിട്ട് അവിടെ കിട്ടാൻ വഴി ഉണ്ടാവും. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടാൻ കുറച്ചുകൂടെ പൈസ നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. കറിപ്പൊടിക്കും മസാലയ്ക്കും അതുപോലെയുള്ള സാധനങ്ങൾക്കും എല്ലാം നമ്മൾ ചിലപ്പം ഇവിടെ കുറച്ചുകൂടെ പൈസ ഈ താരിഫ് കൂടെ വരുന്നതുകൊണ്ട് കുറച്ചുകൂടെ കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരികയും ചെയ്യുമായിരിക്കും. എന്തായാലും ഈ ചർച്ചയിൽ, പ്രധാനമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ, പ്രസിഡന്റുമായിട്ടുള്ള ചർച്ചയിൽ 1-2 കാര്യങ്ങൾ ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത് എന്താണ്? മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മാഗ. അതുപോലെ തന്നെ മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ, മീഗ. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ മെഗാ ആയി, MEGA. അതായത് മെഗാ പരിപാടികളാണ് ഇനി വരാൻ പോകുന്നത്, മെഗാ കാര്യങ്ങളെല്ലാം വരാൻ പോകുന്നു. ഓക്കെ, വെരി ഗുഡ്. അതാണ് നമുക്ക് കാണേണ്ടത്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആലിംഗനം ചെയ്ത് സ്വീകരിച്ചു. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഇരിക്കുമ്പോൾ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ കസേരയ്ക്ക് പുറകിൽ നിന്നു. അതുപോലെ ഒരു പുസ്തകം പ്രധാനമന്ത്രിക്ക് നൽകി. ഇതൊക്കെ ഭയങ്കര സ്നേഹത്തിൻ്റെ, പ്രധാനമന്ത്രി എന്നേക്കാൾ നല്ല നെഗോഷിയേറ്ററാണ്. ഈ കരാറുകളൊക്കെ ഈ ചർച്ച നടത്തുന്നതിൽ തന്നേക്കാൾ കടുംപിടുത്തവും വാശിയുമുള്ള ആളാണ് എന്നൊക്കെ പ്രസിഡന്റ് പറയുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം വലിയ ഇന്ത്യയെ പുകഴ്ത്തുകയും ഭയങ്കര സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ടാണ് ഇന്ത്യയിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ പറയുന്നത്. ഇതൊക്കെ വലിയ കാര്യമുണ്ടോ? ഇതൊക്കെയാണ് ഏതൊരു ഒരു ശത്രുവിനെ കണ്ടാൽ കൂടി ഇതൊക്കെ തന്നെയാണ് ഈ രാഷ്ട്രീയക്കാർ ചെയ്യുക. കാരണം അവരെ സംബന്ധിച്ചോളം ഇതെല്ലാം ഓരോ തരം അടവുകളാണ്, പരസ്പരമുള്ള ബന്ധങ്ങളും. ഈ പഴയ ഒരു ഊഷ്മളത ഇപ്പം ഈ ഹൗഡി മോഡി പരിപാടിക്ക് ഹൂസ്റ്റണിൽ അന്ന് പ്രസിഡൻ്റായിരുന്ന ട്രംപ് വന്നു മോഡിയുമായിട്ടുള്ള മോഡിക്ക് സ്വീകരണത്തിൽ. അന്നത്തെ ആ ഊഷ്മളത ഇപ്രാവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് സന്ദേഹമായിട്ട് തോന്നുന്നത്. പ്രധാനമായിട്ട് ഇപ്പം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ടേം ഇനി മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് എന്ന് മാത്രമല്ല, ഇപ്പം ഈ ജനവിധി കിട്ടിക്കഴിഞ്ഞ് ആരെയും പേടിക്കേണ്ടതില്ല, അങ്ങനെയുള്ള ഒരു ചിന്താഗതി. അപ്പോൾ ഒരു രാജ്യത്തെയും പേടിക്കേണ്ടതില്ല ഒരു രാജ്യവുമായിട്ട് അമിതമായിട്ടുള്ളൊരു ബന്ധം വേണ്ട എന്നുള്ളൊരു ചിന്താഗതിയും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബന്ധം ആ പഴയ ബന്ധമുണ്ടോ എന്ന് പോലും സന്ദേഹം തോന്നിപ്പോയി. അതാണ് വസ്തുത. അത് പിന്നെ രാഷ്ട്രതലവന്മാർ തമ്മിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ, അതിൽ അതിശയിക്കാനൊന്നുമില്ല താനും. ഇനി നമുക്ക് വിമാനങ്ങൾ തരുമെന്ന്, സ്റ്റെൽത്ത് വിമാനങ്ങൾ F-35. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കരാറുകളൊന്നും ആയിട്ടില്ല, അതിനുള്ള സന്നദ്ധ പ്രകടിപ്പിച്ചെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധം 500 ബില്യനാക്കി ഉയർത്തുമെന്നാണ് 2030 ആകുമ്പോഴത്തേക്ക് 500 ബില്യനായി ഉയർത്തുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അപ്പോൾ അതിലും ഈ താരിഫിൻ്റെ വിഷയം കിടക്കുന്നു. പിന്നെ എന്നുള്ളത് ഈ ഒരു വ്യാപാര ഇടനാഴി, ഒരു കൊമേഴ്ഷ്യൽ ഇടനാഴി ഉണ്ടാക്കും. ഇറ്റലി, ഇസ്രായേൽ, പിന്നെ അവിടം വരെയൊക്കെ ട്രെയിനിലൊക്കെ പോകാവുന്നതും, പിന്നെ അതിനുശേഷം കടലിനടിയിൽ കൂടെ കേബിൾ വലിച്ച്
അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങൾ പിന്നെ വർദ്ധിപ്പിക്കാനുമൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റിയും ഇതിൽ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പം അങ്ങനെയൊക്കെയുള്ള ഗുണകരമായ കാര്യങ്ങളും അവിടെ ചർച്ച നടന്നു. അപ്പോൾ ഇതിൽ നിന്ന് മൊത്തത്തിൽ ഇന്ത്യക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി പറയുന്നത് അമേരിക്കയ്ക്ക് ഇന്ത്യയെ ഒരു ബഹുമാനമൊന്നുമില്ല, അതുകൊണ്ടാണ് നമ്മുടെ ആളുകളെയൊക്കെ ചങ്ങലക്കിയിട്ട് കൊണ്ടുപോയത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ പിന്നെ പഞ്ചാബിൽ ചെന്ന് ഇറങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെയും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അവരെ ചങ്ങലക്കിട്ടാണോ കൊണ്ടുപോയെന്ന് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ ഇന്ത്യയെ പരമാവധി ഊറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഈ F-35 വിമാനമൊക്കെ തരുന്നത്. അത് നമുക്ക് വില കുറച്ച് തരുമെന്നോ അല്ലെങ്കിൽ നമുക്ക് ആനുകൂല്യം തരുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം പരമാവധി നമ്മുടേത് തട്ടിച്ചെടുക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കച്ചവട കണ്ണിലൂടെയാണ് പ്രസിഡന്റ് ട്രംപ് ഇതിനെയെല്ലാം കാണുന്നത് എന്നുള്ളത് എത്ര കണ്ട് ഗുണകരമാകും എന്ന് നമുക്ക് കാലമാണത് വിധി പറയേണ്ടത്. കാരണം നമുക്ക് പ്രസിഡന്റ് ഒരു കച്ചവടക്കാരനാകരുത്. പ്രസിഡന്റ് ഒരു രാഷ്ട്രതന്ത്രജ്ഞനാകണം. രാഷ്ട്രീയക്കാരനും പോലും ആവരുത്, രാഷ്ട്രതന്ത്രജ്ഞൻ. അതായത് രാജ്യത്തിന് എന്താണ് ഭാവിയിലേക്കും പിന്നെ ഗുണകരമാവുക എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ ലോകത്തിന് അതുമൂലം എന്തെല്ലാം ഗുണങ്ങളുണ്ടാകുമെന്നും ഉള്ളതാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അപ്പം ഉറ്റ സുഹൃത്തുക്കൾക്കും ഒക്കെ അലോസരമുണ്ടാവുന്ന കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആ താരിഫ് സംബന്ധിച്ച് പ്രധാനമായിട്ട് ഇപ്പം താരിഫാണ് പല രാജ്യങ്ങളുമായിട്ടുള്ളൊരു പിന്നെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ അത് സംബന്ധിച്ച് ഇന്ത്യക്ക് അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകുമായിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.